ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം അതിരൂക്ഷമായി തുടരുന്നത് പെട്രോളിയം ഇറക്കുമതിയെ ബാധിച്ചതോടെ കേരളത്തിന്റെ അടുക്കള കൂടി അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. യുദ്ധം അവസാനമില്ലാതെ തുടരുകയും പെട്രോളിയം ലഭ്യത ഇനിയും കുറയുകയും ചെയ്താൽ ഇപ്പോൾ ഹോട്ടലുകളുടെ അടുക്കളയെ ബാധിച്ച പ്രതിസന്ധി വീടുകളുടെ അടുക്കളയിലേക്ക് കൂടി എത്തുകയും ചെയ്യും. അതോടൊപ്പം മറ്റു പല മേഖലകളെയും യുദ്ധം ബാധിക്കുമെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. യുദ്ധം ഏത് സാഹചര്യത്തിലും അതിൽ ഏർപ്പെടുന്ന രണ്ട് രാജ്യങ്ങളെ മാത്രമല്ല ബാധിക്കുക, സാധാരണ ജനജീവിതത്തിന്റെ പല മേഖലകളെയും ഇത്തരത്തിൽ ബാധിക്കുമെന്ന് പലരും മനസ്സിലാക്കുകയാണ്. ഇറാനിലെ യുദ്ധം രൂക്ഷമായതോടെ ഇന്ത്യയുടെ പാചകവാതക രംഗത്താണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ ഉടലെടുത്തിട്ടുള്ളത്. ഫലത്തിൽ യുദ്ധം കൊണ്ട് ഇറാൻ എന്ത് ലക്ഷ്യം വെച്ചോ അത് തന്നെ സാധ്യമായിരിക്കുന്നു. യുദ്ധത്തിൽ ഇറാൻ എടുക്കുന്ന നിലപാടുകൾ ലോകത്തിന്റെ അടുക്കളകളിലേക്കും വീട്ടകങ്ങളിലേക്കും യുദ്ധം എത്തിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ വാണിജ്യ LPG സിലിണ്ടർ വിതരണത്തെ കാര്യമായി തന്നെ യുദ്ധം ബാധിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ ഹോട്ടൽ അടക്കമുള്ളവയുടെ അടുക്കള അടച്ചുപൂട്ടുന്ന സ്ഥിതിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്പ് പോലുള്ള ഭാഗങ്ങളിൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് പെട്രോളിയം എത്തുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് എന്നിരിക്കെ ഹോർമൂസ് ഭാഗികമായി അടച്ചത് യൂറോപ്പിനെ സാരമായി തന്നെ ബാധിക്കും. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഹോട്ടലുകളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും അടക്കം അടച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹോട്ടലുകളെ മാത്രമല്ല, ഒട്ടേറെ അനുബന്ധ മേഖലകളെ കൂടി ഇത് രൂക്ഷമായി ബാധിക്കും. ആപ്പ് അധിഷ്ഠിത ക്ലൗഡ് കിച്ചണുകളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും അടക്കം മുന്നോട്ടു പോക്ക് എങ്ങനെ എന്നറിയാതെ ഗുരുതരമായ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വാണിജ്യ സിലിണ്ടറുകളെയാണ് ബാധിച്ചത് എങ്കിൽ വൈകാതെ ഗാർഹിക മേഖലയെയും ഗ്യാസ് പ്രതിസന്ധി ബാധിച്ചേക്കും. ഇത് ഒഴിവാക്കാൻ ഗാർഹിക LPG, പൈപ്പിലൂടെയുള്ള PNG, വാഹനങ്ങൾക്കുള്ള CNG എന്നിവയുടെ ഉൽപാദനം കൂട്ടാൻ പെട്രോളിയം കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിന്റെ ഇടവേള വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിനും 25 ദിവസത്തെ ഇടവേള ഉണ്ടാകും. യഥാർത്ഥത്തിൽ യുദ്ധം ആരംഭിക്കുമ്പോൾ തന്നെ അത് എങ്ങനെ തീരണമെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്ന് ഇറാൻ പറഞ്ഞിടത്തേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിത്തുടങ്ങി. ഇറാൻ ഉദ്ദേശിച്ചതും ഇത് തന്നെയായിരുന്നു. ലോകത്തിന്റെ പെട്രോളിയം നീക്കത്തിന്റെ ഭൂരിഭാഗവും നടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ പരിധിയിലാണ്. ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതോടെ പെട്രോളിയം നീക്കം തടസ്സപ്പെടുമെന്ന് ഇറാന് നന്നായി അറിയാം. ഇത് ലോകത്തിന്റെ എണ്ണ ആവശ്യത്തെയും പ്രകൃതിവാതക ആവശ്യത്തെയും സാരമായി ബാധിക്കുമെന്നും ഇറാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അത് ലഭ്യമല്ലാതാകുന്നതോടെ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തും. അവസാനം തങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ ഒന്നും കാണാതെ അമേരിക്കയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും. ഇത് കണക്കുകൂട്ടി തന്നെയാണ് യുദ്ധം ആരംഭിക്കുന്നത് അമേരിക്കയാണ് എങ്കിലും എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് തങ്ങളായിരിക്കുമെന്ന് ഇറാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. പക്ഷേ ഇത് മനസ്സിലാക്കാൻ യുദ്ധവെറിയന്മാരായ അമേരിക്കയ്ക്കും ഇസ്രയേലിനും സാധിച്ചില്ല എന്നിടത്താണ് അവരുടെ മണ്ടത്തരം വെളിവാകുന്നത്. പക്ഷേ യുദ്ധം ആരംഭിച്ച് ഏറെ കഴിയും മുൻപ് തന്നെ അമേരിക്കയ്ക്ക് കാര്യങ്ങളുടെ പോക്ക് കുറെയൊക്കെ മനസ്സിലായിരുന്നു. അടിക്കടിയുള്ള പ്രസ്താവന മാറ്റങ്ങളിലൂടെ അമേരിക്ക അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആണവായുധമുണ്ട് എന്നും അത് നിർവീര്യമാക്കണമെന്നും പറഞ്ഞു തുടങ്ങിയ ചർച്ച പിന്നീട് ഇറാനിലെ ഭരണമാറ്റം എന്ന രീതിയിലേക്ക് മാറി. പിന്നെ മിസൈൽ ശേഖരം ഇല്ലാതാക്കുക എന്നായി. അങ്ങനെ മാറിയും മറിഞ്ഞും ഒടുക്കം ഏത് വിധേനയും യുദ്ധം അവസാനിപ്പിക്കണം എന്ന നിലയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു. അതാണ് യുദ്ധം എത്രയും വേഗം അവസാനിച്ചേക്കുമെന്നും തങ്ങൾ ലക്ഷ്യം കണ്ടു എന്ന തരത്തിലൊക്കെയുള്ള അമേരിക്കയുടെ പ്രസ്താവന. സത്യത്തിൽ യുദ്ധം ആരംഭിക്കുമ്പോൾ ഇതൊന്നും ആയിരുന്നില്ല അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മനസ്സിൽ. തുടക്കത്തിൽ തന്നെ ആയത്തുള്ള അലി ഖമനിയെ അവസാനിപ്പിച്ചാൽ ഇറാൻ മുട്ടുമടക്കുമെന്നും പിന്നെ വളരെ വേഗം തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കി മടങ്ങാമെന്നും US-ഉം ഇസ്രായേലും കരുതി. 4-5 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിച്ച് തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാവ ഭരണകൂടത്തെയും അവിടെ സ്ഥാപിച്ച് മടങ്ങാം എന്ന കണക്കുകൂട്ടലിലായിരുന്നു ട്രംപും നെതന്യാഹുവും. പക്ഷേ കണക്കുകൂട്ടലുകൾ പിഴച്ചു. അവിടെയാണ് അമേരിക്ക ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ഖമനയി വീണാൽ ഇറാന്റെ മനക്കരുത്ത് ചോരുമെന്ന് കരുതിയിടത്ത് ഖമനയുടെ രക്തസാക്ഷിത്വം ഇറാന്റെ മനസ്സിൽ പക ആളിക്കത്തിക്കുകയാണ് ചെയ്തത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അഥവാ IRGC എന്ന ഇറാനിയൻ സേന ഡു ഓർ ഡൈ എന്ന രീതിയിൽ ഒരുതരം ചാവേറുകളെ പോലെ യുദ്ധം ചെയ്യുകയാണ് ഇപ്പോൾ. ഖമനയുടെ മതഭരണകൂടം വീണാൽ ജനങ്ങൾ സന്തോഷിക്കുമെന്ന് കരുതിയ അമേരിക്കയ്ക്ക് തെറ്റി. ഖമനയുടെ മരണത്തോടെ ജനം തെരുവിലിറങ്ങിയത് പ്രതികാരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു. ചുരുക്കത്തിൽ അമേരിക്ക കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഒരു ഭൂതമായിരുന്നു ഇറാൻ യുദ്ധം. ഇന്ന് ആ ഭൂതത്തെ തിരികെ കുടത്തിലേക്ക് ആവാഹിക്കാൻ അമേരിക്കയ്ക്ക് പോലും സാധിക്കാത്ത തരത്തിൽ അകന്നുപോയിരിക്കുന്നു.
യുദ്ധം അമേരിക്കയ്ക്ക് വരുത്തിവെക്കുന്ന സാമ്പത്തിക ബാധ്യതയും ചെറുതല്ല. ഇത് അമേരിക്കൻ വിപണികളെയും ബാധിക്കും. വിപണികൾ തകർന്ന് അമേരിക്കൻ ജനത ട്രംപിനെതിരെ തിരിയുന്ന കാലം വരെ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനായിരിക്കും ഇറാൻ ശ്രമിക്കുക. നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്ന് തോന്നുന്നവന് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. അതാണ് ഇറാനെ നയിക്കുന്നത് ഇപ്പോൾ. ഇന്ത്യയിലെ പ്രകൃതിവാതക രംഗത്തെ ഇറാൻ യുദ്ധം സാരമായി ബാധിച്ചു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ താൽക്കാലികമായെങ്കിലും അതിന് പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമം നടത്തുന്നത്. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിട്ടുള്ളത്. വാണിജ്യ ആവശ്യങ്ങളിൽ ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മുൻഗണന നൽകാനാണ് സർക്കാർ തീരുമാനം. തേയില, മറ്റ് വ്യവസായങ്ങൾ എന്നിവയ്ക്ക് കഴിഞ്ഞ 6 മാസത്തെ ശരാശരി ഉപഭോഗം കണക്കാക്കി അതിന്റെ 80%, വളം ഉൽപാദകർക്ക് 70% ലഭ്യതയനുസരിച്ച് നൽകും. ഹോട്ടലുകൾക്കും വ്യവസായികൾക്കുമുള്ള വിതരണം പരിശോധിക്കാൻ 3-അംഗ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഹോട്ടലുകൾ 5-ലധികം വാണിജ്യ പാചകവാതക സിലിണ്ടർ സ്റ്റോക്ക് ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൻകിട കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ബോർമ തുടങ്ങി വൻതോതിൽ സിലിണ്ടറുകൾ ഉപയോഗിക്കാൻ ലൈസൻസ് ഉള്ളവർക്ക് പെർമിറ്റിലെ അനുവദനീയ തോതിൽ തുടരാനും അനുവാദം നൽകിയിട്ടുണ്ട്. ഗാർഹിക സിലിണ്ടറുകൾക്ക് ക്ഷാമമില്ല എന്ന് വിതരണ കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്. അധിക സ്റ്റോക്കും ഗാർഹിക സിലിണ്ടർ ദുരുപയോഗവും പരിശോധിക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സ്ക്വാഡുകളും രംഗത്തിറങ്ങി. കേരളത്തിൽ ഗാർഹിക ആവശ്യത്തിനായുള്ള വിതരണം പൂർണ്ണമായി തടസ്സപ്പെടാതിരിക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനികൾ. അതേസമയം ഇവയ്ക്കും വരും ദിവസങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടിയും വന്നേക്കാം. അമ്പലമുകളിൽ BPCL ഭാരത് ഗ്യാസിന്റെ വാണിജ്യ സിലിണ്ടറുകൾ നിറയ്ക്കുന്നത് പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ശനിയാഴ്ച മുതൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ നീക്കം നടക്കുന്നില്ല. ഗാർഹിക ആവശ്യത്തിനും വാണിജ്യ ആവശ്യത്തിനുമുള്ള വ്യത്യസ്ത കാറ്റഗറികളിലുമായി പ്രതിദിനം 1,00,000-ഓളം സിലിണ്ടറുകൾ നിറച്ചിരുന്നതിൽ 12,000-ഓളം വാണിജ്യ സിലിണ്ടറുകൾ പൂർണ്ണമായും നിർത്തി. IOCയുടെ ഉദയംപേരൂർ യൂണിറ്റിൽ ഇന്ത്യൻ വാണിജ്യ സിലിണ്ടറുകൾ നിറയ്ക്കുന്നതും നിർത്തിവെച്ചു. ഇരുമ്പനത്തെ HPCL യൂണിറ്റും വാണിജ്യ സിലിണ്ടറുകൾ നിറയ്ക്കുന്നത് ഭാഗികമാക്കി. ഗാർഹിക സിലിണ്ടറുകളെ പ്രതിസന്ധി ബാധിക്കാതെ നോക്കുന്നുണ്ട് എങ്കിലും വൈകാതെ ഇവയെയും പ്രതിസന്ധി ബാധിക്കുമോ എന്നറിയില്ല. അതേസമയം യുദ്ധം അന്ത്യമില്ലാതെ തുടർന്നാൽ ടെക്സ്റ്റൈൽസ്, ഖനനം, സ്റ്റീൽ നിർമ്മാണം തുടങ്ങിയ നിർമ്മാണ മേഖലകളെയും യുദ്ധം പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാകുന്നുണ്ട്. രാസവസ്തു മേഖലയിൽ ഇതിനകം തന്നെ പ്രത്യാഘാതം അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. 73 കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ വില ഒരാഴ്ചക്കിടെ 60% വരെ ഉയർന്നു. എഥിലീൻ ഗ്ലൈക്കോൾ, പോളിമർ, മെത്തനോൾ എന്നിവയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയാണ് ഇന്ത്യ ആശ്രയിക്കുന്നത്. എണ്ണ ഇറക്കുമതിക്കൊപ്പം ഇതും പ്രതിസന്ധിയിലായാൽ ഇവയ്ക്കും വില ഉയരും. ഇത് ടെക്സ്റ്റൈൽ, പെയിന്റ് തുടങ്ങി ഡയപ്പർ വരെയുള്ള മേഖലകളെ ബാധിക്കും. പോളി എഥിലീൻ, പോളി വിനൈൽ ക്ലോറൈഡ് അഥവാ PVC, പോളിസ്റ്റൈറീൻ തുടങ്ങിയ പ്ലാസ്റ്റിക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ എഥിലീനിന്റെ വില 35%-ഓളം ഉയർന്നിട്ടുണ്ട്. പശ, പെയിന്റ്, ഡയപ്പർ, സാനിറ്ററി പാഡുകൾ, വസ്ത്രങ്ങൾ, ജലശുദ്ധീകരണത്തിനുള്ള രാസവസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്ന അക്രിലിക് ആസിഡിന്റെ വില 30%-ഓളവും ഉയർന്നു. വസ്ത്രനിർമ്മാണത്തിലുള്ള മിക്ക രാസവസ്തുക്കളും ഡൈകളും നിർമ്മിക്കാൻ ആശ്രയിക്കുന്ന പെട്രോ കെമിക്കൽ അസംസ്കൃത വസ്തുക്കളുടെ വിലയും കൂടിയിട്ടുണ്ട്. 15%-ഓളം വില വർദ്ധിച്ച സിന്തറ്റിക് ഫൈബറായ പോളിസ്റ്ററിന് ഇനിയും വില കൂടിയേക്കുമെന്ന് സൂചനയുമുണ്ട്. പ്ലാസ്റ്റിക് അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾക്കും വില ഇരട്ടിയോളം വർദ്ധിച്ചു. ഇന്ധനവില ഉയരുന്നത് ഖനന മേഖലയ്ക്കും തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം എത്രയും വേഗം അവസാനിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും.